1 घंटा हम परमेश्वर के वचन से मनन करेंगे। എന്നെ ഇതിന് ക്ഷണിച്ച പാസ്റ്റർ സുരേഷിനോടുള്ള എല്ലാ നന്ദിയെയും ഞാൻ അറിയിക്കുന്നു. इस मीटिंग में मुझे आमंत्रण दिया हुआ पास्टर सुरेश को मैं धन्यवाद देता हूँ। പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വന്നു കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ പല സ്ഥലങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒരു മാധ്യമം നമുക്ക് ഉപയോഗിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഇത് ഈ ലോക്ക്ഡൌൺ ടൈമിൽ നമ്മൾ കൂടുതൽ സമയം ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ട് കർത്താവ് നമുക്ക് സമയം നൽകും. अलग अलग जगहों पर रहकर इस लॉकडाउन के बीच में भी परमेश्वर के वचन को सुनने का एक मौका जो परमेश्वर ने दिया है, इसके प्रति मैं परमेश्वर को धन्यवाद करता हूँ. മാക്സിമം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഈ ലോക്ക്ഡൌൺ ടൈം ഒരിക്കലും വേസ്റ്റ് ആക്കി കളയരുത്. ദൈവത്തിന്റെ വചനം വായിക്കാനും പഠിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ലഭിക്കുന്ന സമയത്തെ നമ്മൾ ഉപയോഗിക്കണം. और इन दिनों के समय हम पूरी तौर से उपयोग करना है कि हम वचन पढ़े, वचन से मनन करें और प्रार्थना करें, ताकि इन समयों को हम व्यर्थ ना करें. ആവശ്യമില്ലാതെ വെറുതെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കി നമ്മുടെ സമയം കളയാതെ ആ സമയം കൂടെ ഫേസ്ബുക്ക് നോക്കുന്നതിന് പകരം അവന്റെ പുസ്തകം, മുഖപുസ്തകം നോക്കുന്നതിന് പകരം ലുക്ക് ടു ഹിസ് ബുക്ക് rather than looking at Facebook, so that we can use the time. इन दिनों में हम व्हाट्सएप और फेसबुक में देखने से बढ़कर फेसबुक को देखने से ज्यादा हम उसके पुस्तक को, ताकि पवित्र शास्त्र की ओर हमारे ध्यान लग जाए. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് ഒരു തീരുമാനം എടുത്തെങ്കിലേ പറ്റുള്ളൂ. उस प्रकार एक निर्णय लेने से ही होगा. നമുക്ക് പലപ്പോഴും ഒരു നല്ലൊരു ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. अक्सर हमें एक अनुशासन की जरूरत है. ഈ ഡിസിപ്ലിൻ വിട്ടുപോയി കഴിഞ്ഞാൽ അല്ലാതെ ഒന്നും ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരല്ല നമ്മൾ. इस प्रकार के अनुशासन अगर हम छोड़ जाएंगे तो फिर हम अलग तौर से जीने का एक क्षमता हम पे नहीं होता है. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അതുമായിട്ട് ഏകദേശം ഒരു റിലേഷൻ ഉണ്ട്. और मैं आज जिस विषय पर बात कर रहा हूँ वो भी इस विषय पर कुछ संबंध रखता है. വേദപുസ്തകത്തിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം അഥവാ യേശുവും ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെ ചിത്രീകരിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അനേക സിമിലികളുണ്ട്. परमेश्वर के शास्त्र में परमेश्वर और मनुष्य के बीच में ये जो संबंध है उस बात को बताने के लिए अनेक वचन है. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സിമിലി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിമിലിയാണ് ആടും ഇടയനും തമ്മിലുള്ള ബന്ധം. और उस संबंध के बीच में जिस प्रकार चरवाहा और भेड़ के बीच बताता है, उस प्रकार की संबंध मुझे बहुत अच्छा लगता है. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒത്തിരി ഡിസിപ്ലിൻ ആവശ്യമുണ്ടെന്ന്. और मैंने पहले आपको याद दिलाया कि हमें अनुशासन की बहुत जरूरत है. ഒത്തിരി ഡിസിപ്ലിൻ ആവശ്യമുണ്ടെന്ന് നമ്മൾ बहुत अनुशासन जरूरत है करके मैंने कहा. ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ആവശ്യമുള്ള ഒരു ജീവിയാണ് ആട് എന്ന് പറഞ്ഞു. और सबसे ज्यादा अनुशासन जरूरत इस प्रकार एक जानवर है भेड़. നല്ല ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ആട് വഴി തെറ്റി. और अगर अच्छा अनुशासन नहीं है तो भेड़ या बकरी अपना मार्ग से भटक जाता है. അത് ഒരു പരിധി വരെ ആടിനാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ വഴി തെറ്റി പോകാതിരിക്കാൻ ആവശ്യമായിരിക്കും. और जानवरों में सबसे ज्यादा अनुशासन इसी जंतु को चाहिए ताकि वो मार्ग से भटक नहीं जाए. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഒരു പട്ടിയെ വളർത്തുകയാണെങ്കിൽ ആ പട്ടിയെ ഒരു 5 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി വിട്ടിട്ട് നിങ്ങൾ വണ്ടി കയറി ഇങ്ങി വന്നാൽ നിങ്ങൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് പട്ടി നിങ്ങളെ വീട്ടിൽ കാണും. मैं अक्सर कहता हूं कि अगर हम एक घर पे कुत्ते को पालते हैं और उससे घर से 5 किलोमीटर दूर लेके जाके छोड़ देते हैं, और हम अगर घर की ओर लौटते समय हम घर में पहुंचने से पहले ही वो कुत्ता घर पे पहुंच जाता है. പട്ടിക്ക് അങ്ങനെയൊന്നും വഴി തെറ്റത്തൊന്നുമില്ല. और उसे वो मार्ग से इस प्रकार या उस प्रकार भटकता नहीं है. പക്ഷെ ആടിന്റെ കാര്യം അങ്ങനെ. मगर एक भेड़ की बात ऐसे नहीं है. ആടിന് ഇടയനെ വിട്ടുള്ള ഒരു ജീവിതം അതിനെ കൊണ്ട് പറ്റത്തില്ല. और चरवाहा के रहित एक जिंदगी भेड़ सोच नहीं सकता है. അവൻ അതുകൊണ്ടാണ് ഈ സിമിലി ഉപയോഗിക്കുന്ന ഞാൻ ഒത്തിരി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. और इसीलिए इस उदाहरण को मैं ज्यादा महत्व देता हूं.
കാര്യം നമ്മൾ ആടുകളെ പോലെ നമുക്ക് ഇടയനില്ലാതെ ജീവിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു ജന്തുവാണ് നമ്മൾ. और इसी प्रकार हम भी इस भेड़ के समान है, बिना कोई चरवाहा के हम भी जीना नहीं जानते हैं. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിമിലിയ വേദപുസ്തകത്തിലെ യഹോവ എന്റെ ഇടയനാകുന്നൊക്കെ പറയുമ്പോൾ. और इसीलिए इस उदाहरण में ज्यादा चाहता हूं कि यहोवा जब कहता है कि मेरा चरवाहा है तो मुझे बहुत अच्छा लगता है. ഈ സങ്കീർത്തനം 23 നമുക്ക് എല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. भजन संहिता 23 हम सब मनपट जानने वाला एक भजन संहिता है. അപ്പൊ അതിനകത്ത് ആദ്യത്തെ വാചകം തന്നെ പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. उसका पहला वचन इस प्रकार कहता है कि यहोवा मेरा चरवाहा है, मुझे कोई घटी ना होगी. അപ്പൊ അതിനകത്ത് പറയുന്ന ആ ഒന്നാമത്തെ കാര്യം യഹോവ എന്റെ ഇടയൻ ആകുന്നു. पहला वचन इस प्रकार कहता है कि यहोवा मेरा चरवाहा है. അപ്പൊ ഞാൻ ചിലപ്പോ ആ വാക്യം വായിക്കുമ്പോൾ ആലോചിക്കാറുണ്ട്, യഹോവ എന്റെ ഇടയനാണെന്ന് പറയുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്, പക്ഷെ ഞാൻ അവന്റെ ആടാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. और मैं उस वचन को जब पढ़ता हूं तो इस बात को समझता हूं कि यहोवा मेरा चरवाहा है वो तो सही है, मगर क्या मैं उसका भेड़ हूं, वो मुझे समझना जरूरी है. ഈ നമുക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം, എപ്പോഴും നമ്മള് ദൈവത്തിന്റെ കാര്യം വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ നമ്മുടെ കാര്യം നമ്മൾ മിണ്ടത്തില്ല. अक्सर हम पर इस प्रकार की एक आदत है कि हम परमेश्वर की बातों को बहुत बड़ा चढ़ा के बोलते हैं, मगर हमारे बातों को हम बताते नहीं हैं. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ ആളുകളൊക്കെ സഭയിലെ സഭായോഗത്തിന് സാക്ഷി പറയുന്നത്. मैंने कलीसिया में लोगों को गवाही देते हुए सुना हूं. അപ്പൊ നമ്മൾ പറയുന്ന മിക്കവാറും പറയുന്ന സാക്ഷ്യം കഴിഞ്ഞ ആഴ്ചക്കാലം കർത്താവ് എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു. अक्सर ज्यादातर हम यही कहते हैं कि पिछले हफ्ता परमेश्वर हमारे लिए अच्छा था और विश्वास योग्य था. ഞാൻ പറയുന്നത് സമ്മതിച്ചെന്നേ, യഹോവ നല്ലവനും വിശ്വസനുമായിരുന്നു, അത് നമുക്കറിയാം. और उस बात को हम जानते हैं और मानते हैं कि परमेश्वर हमारे लिए अच्छा था, भला था. ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് ആണ്, പഠിച്ച പണി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പത്രക്കാരനായതുകൊണ്ട് എനിക്ക് ഈ ഭാഷയുടെ കാര്യത്തിൽ ഒത്തിരി കുറച്ച് അതിനെ കൊല്ലരുതെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പം വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ അങ്ങ് നേരെ പ്രസംഗിക്കാത്തത്. और मैं एक पत्रकार होने के नाते मुझे भाषा जो है उसका सही उपयोग करना करके एक इच्छा होता है, और इस कारण मुझे हिंदी थोड़ा सा मालूम है, फिर भी आज मैं उस हिंदी भाषा का उपयोग नहीं कर रहा हूँ. അപ്പം പത്രം പഠിച്ചപ്പോഴത്തേക്ക് ഞങ്ങളെ ന്യൂസിനെ കുറിച്ച് പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. पत्र के बारे में जब मैं सीख रहा था तब समाचार के बारे में कुछ बातें हमें सिखाया जो मुझे आज भी याद है. അപ്പൊ ഞങ്ങളോട് ഞങ്ങളുടെ പ്രൊഫസർ ചോദിക്കുന്ന ചോദ്യം, വാട്ട് ഈസ് ന്യൂസ്, എന്താണ് വാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? समाचार क्या है करके हमारे प्रोफेसर हमसे पूछता है. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, വാർത്ത എന്ന് പറയുന്നത് സ്വാഭാവികമായി എപ്പോഴും നടക്കാത്ത കാര്യം സ്വാഭാവികമല്ലാത്ത ഒരു കാര്യം നടക്കുമ്പോൾ അതാണ് വാർത്ത. समाचार अर्थात वो है कि जो बातें नहीं चलता है और वो चलता है करके बताते हैं, वो समाचार है. നമ്മളെ നാട്ടിലെ വണ്ടി ഓടുന്നത് വാർത്തയല്ല, എന്നാൽ നമ്മള് ലോക്ക്ഡൌൺ വന്നപ്പോൾ അത് വാർത്തയാണ്. കാര്യം എന്നും ലോക്ക്ഡൌൺ ഇല്ലല്ലോ. അപ്പം സ്വാഭാവികമായി എപ്പോഴും നടക്കാത്ത ഒരു കാര്യം നടക്കുമ്പോൾ അതാ വാർത്ത, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് വാർത്തയില്ല. हमारे गांव में अभी लॉकडाउन में बसेस इतने दिन चल नहीं रहे थे, मगर अभी जब वो चल रहा है तो वो समाचार बन गया है. तो इस प्रकार जो बातें आमतौर से चलता है वो जब नहीं चलता है तब वो समाचार बन जाता है. ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞത്, ഒരു പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല, കാര്യം പട്ടിയാണെ കടിക്കും, പക്ഷേ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അത് വാർത്തയാണ്. हमारा प्रोफेसर ने ये बात सिखाया कि कुत्ता जब इंसान को काटता है तब वो समाचार नहीं बनता है, क्योंकि वो उसका स्वभाव है और वो काटता है, मगर जब मनुष्य कुत्ते को काटता है तब वो समाचार बन जाता है. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ സാക്ഷി പറയുമല്ലോ, യഹോവ എനിക്ക് നല്ലവനായിരുന്നു വിശ്വസ്തനായിരുന്നു. और इसी प्रकार जब हम गवाही देते हैं कि परमेश्वर हमारे लिए अच्छा था और विश्वास योग्य था, അത് പറഞ്ഞോ, കുഴപ്പമില്ല കേട്ടോ, നാളെ തൊട്ട് പറയാതിരിക്കൊന്നും വേണ്ട. वो बोलना अच्छा है, बोलते रहना, कल से बंद नहीं करना. എന്നാലും ഞാൻ ചിലപ്പോൾ ആലോചിക്കും, യഹോവ എനിക്ക്
നല്ലവനും വിശ്വസ്തനായിരുന്നെന്ന് പറയുന്നതിനകത്ത് വലിയ വാർത്തയില്ലല്ലോ. मगर मैं अक्सर इस प्रकार इस बात को ध्यान देता हूं कि जो परमेश्वर मेरे लिए अच्छा था भला था करके जो हम कहते हैं उस समाचार के अंदर कुछ ज्यादा महत्व नहीं है, കാര്യം ദൈവത്തിന് വേറെ ഒന്നും ആകാൻ പറ്റത്തില്ലല്ലോ. क्योंकि हम इस प्रकार समझते हैं कि परमेश्वर और कुछ बन नहीं सकता है. കർത്താവിന് എന്താണേലും വഞ്ചകനും ചതിയനും ഒന്നും ആകാൻ പറ്റത്തില്ല, നല്ലവനും വിശ്വസ്തനുമേ ആകാൻ പറ്റൂ. और मसीह वो धोखेबाज या झूठ बोलने वाला नहीं बन सकता है, वो अच्छा ही बन सकता है. അപ്പൊ പിന്നെ അതിനകത്ത് വലിയ വാർത്തയില്ല. इस प्रकार उसमें कुछ ज्यादा समाचार नहीं है. പക്ഷെ ചോദ്യം ഇതാണ്, ഞാൻ ദൈവത്തിന് വിശ്വസ്തനും നല്ലവനുമായിരുന്നു. मगर प्रश्न ये है कि क्या मैं मेरे परमेश्वर के प्रति अच्छा था और विश्वासी योग्य ठहरा? കാര്യം എനിക്ക് സ്വാഭാവികമായി നല്ലവനും വിശ്വസ്തനും ഒന്നും ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നല്ലവനും വിശ്വസ്തനുമായാൽ അതാണ് വാർത്ത. क्योंकि आमतौर से मैं अच्छा या खराब बन नहीं सकता हूं, मगर अगर मैं अच्छा और खराब बन सकता हूं तो वो समाचार बनती है. അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവം നല്ലവനാണ് അതൊക്കെ കേട്ടങ്ങ് സുഖിച്ചു പോകാനേ പറ്റുള്ളൂ. കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസനായിരുന്നു. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയുന്നില്ല. और इसीलिए हम अक्सर जब कहते हैं कि परमेश्वर हमारे लिए अच्छा था भला था, उस बात को बोल के हम सुनकर आगे निकल जाते हैं, मगर अक्सर हमारा जिम्मेदारी से हम चूक जाते हैं. ഇതേപോലെ തന്നെയാണ് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയാൻ എളുപ്പം. और इसी प्रकार यहोवा मेरा चरवाहा है करके हम बोलने के लिए ये बहुत आसान है. പക്ഷേ ചോദ്യം ഇതാണ്, ഞാൻ അവന്റെ ആടാണോ എന്ന് എന്നോട് തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. मगर सवाल यह है कि क्या मैं उसका भेड़ हूं करके अपने आप से हमें सदा समय सवाल करते रहना है. അവൻ ഇടയനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആടാകണം, അല്ലെങ്കിൽ പിന്നെ അവൻ ഇടയനാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. वो चरवाहा है करके जब कहलाते हैं तब हम उसके भेड़े होना चाहिए, नहीं है तो उसमें कोई मतलब नहीं है. അതുപോലെ തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, ഒരു ഇടയന് ആടില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ ആടിന് ഇടയൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. और दूसरी बात भी इस प्रकार मैं विचार करता हूं कि चरवाहा भेड़ के बगैर भी जी सकता है, मगर भेड़ कभी चरवाहा के बगैर जी नहीं सकता. ഇപ്പൊ ദൈവത്തിന് ഞാനില്ലെങ്കിലും ദൈവത്തിന് ജീവിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പൊ ഞാനില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന് എന്നാ പറ്റാന്? अगर मैं नहीं हूं तो परमेश्वर को कोई फर्क नहीं पड़ता है. പക്ഷെ ദൈവം ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ തീർന്നു, എന്റെ ഇടപാട് തീർന്നു. मगर अगर परमेश्वर नहीं है तो मेरा जिंदगी खत्म हो जाता है. അതുകൊണ്ട് ദൈവം എന്നെ സ്വീകരിക്കുന്നെങ്കിൽ അത് 100% ദൈവത്തിന്റെ കരുണയാ, അല്ലാതെ ദൈവത്തിന് എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കാനല്ല. और इसीलिए परमेश्वर अगर मुझे स्वीकार करता है तो वो परमेश्वर को मेरे प्रति करुणा है, मेरे लिए कुछ फायदे के लिए नहीं है. നമുക്ക് പലപ്പോഴും ഉള്ള ചിന്ത, നമ്മൾ ഇല്ലെങ്കിൽ ദൈവത്തിന് ഏതാണ്ട് പറ്റുമെന്ന്. अक्सर हम इस प्रकार विचार में रहते हैं कि अगर हम नहीं हैं तो परमेश्वर को कुछ हो जाता है. ഈ സുവിശേഷ വേല ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഞാനില്ലേ ദൈവത്തിന് എന്നാ പറ്റാനാ? ये सुसमाचार की सेवा जब करते हैं तो कुछ लोग इस प्रकार विचार करते हैं कि मैं नहीं हूं तो परमेश्वर को कुछ हो जाएगा. ചിലപ്പോ ആളുകൾ ചോദിക്കും, എന്നാലും സാജി ബ്രദർ ആഫ്രിക്ക പോയല്ലോ. अक्सर लोग इस प्रकार पूछते हैं कि फिर भी साजी पास्टर तो अफ्रीका गए थे, കാര്യമല്ലയോ? और वो तो बड़ी बात है. ഞാൻ പറഞ്ഞു, ഒരു വലിയ കാര്യവും ഇല്ല. मैंने कहा कि नहीं, वो कोई बड़ी बात नहीं है. എടാ, സ്വർഗത്തിലിരുന്ന ദൈവം ഭൂമി വന്നില്ല, അതിനേക്കാളും വലുതാണോ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ആഫ്രിക്ക വന്നു? मैं इस प्रकार समझता हूं कि स्वर्ग का परमेश्वर वो धरती पे उतर के आया, तो क्या मैं उससे बड़ी बात है कि मैं भारत से अफ्रीका तक पहुंच गया? പിന്നെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ല, അത് വലിയൊരു കർത്താവിന്റെ ഒരു വലിയ കരുണയില്ല. അവനെ വേറെ ആരെയും കിട്ടാഞ്ഞില്ലല്ലോ. और मुझे इस देश में भेजा, वो परमेश्वर की मेरे प्रति एक करुणा है, क्या उसे और कोई मिलना नहीं? ഏലിയാവിന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഏലിയാവ് പറയുന്ന, കർത്താവെ, ഈ ഇസ്രായേലി മൊത്തമായിട്ട് ആകപ്പാടെ പാലിന് മുട്ടുമുടക്കാത്ത ഞാൻ ഒരുത്തനേ ഉള്ളൂ, എന്നെ അവര് കൊല്ലാൻ പോവുക. एलिया का मन में एक इस प्रकार विचार आया कि ये परमेश्वर बाल के सामने पूरा इजराइल में खाली मैं ही हूं जो झुकता नहीं हूं, अभी मुझे भी वो मारने जा रहा है. എന്നെ കൂടെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആരാ ഉള്ളേ? और अगर वे मुझे भी मारते हैं तो
तो फिर आपकी आराधना करने के लिए कौन बचेगा? നിന്നെ ആരും ആരാധിക്കാനില്ലെങ്കിൽ നിന്റെ കാര്യം വലിയ കഷ്ടമില്ലയോ? अगर आपकी आराधना करने के लिए कोई बचता नहीं है तो आप तो तकलीफ में पहुंच जाओगे। അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല. കാര്യം നിന്റെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്ന് ചിന്തിച്ചാ ഞാൻ ഓടിപ്പോകുന്നത്. और इसीलिए आपके बाद आप तकलीफ में पहुंचोगे समझकर मैं भाग के निकला, उस विचार में मैं उधर से भाग के निकला करके एलिया कहता है। നമ്മളെയൊക്കെ ചിന്ത നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയി അല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ ദൈവത്തിന് ഏതാണ്ട് വലിയ കാര്യം പറ്റുമെന്ന്. हम इस प्रकार विचार में रहते हैं कि अगर हम नहीं रहेंगे तो परमेश्वर को बहुत तकलीफ हो जाएगा। കർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, എടാ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് ഇവിടെ ശേഷിച്ചിട്ടുണ്ട്. നീ പോയാ എനിക്കൊന്നും പറ്റാനില്ല. 7000 പേരുണ്ട് ഇവിടെ. എന്നെ നീ മുന്നേ വന്ന് കയറി നിൽക്കുന്നോണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തത്. परमेश्वर ने इस प्रकार कहा कि हे बेटा, 7000 लोग मेरे लिए इस प्रकार मेरी आराधना करने के लिए तैयार खड़ा है, ये तो तू आगे खड़ा है, इसीलिए वे इस प्रकार आगे आ नहीं पा रहे हैं। എടാ, ഇപ്പോഴും നിന്നെ ഞാൻ കൊണ്ടു നടക്കുന്നത് എനിക്ക് നിന്നോടുള്ള കരുണ കൊണ്ടാ, അല്ലാതെ എനിക്ക് വേറെ ആരെയും കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. और आज भी मैं तुझे ले चल रहा हूं, ये मेरे लिए तेरी प्रति करुणा है और कोई नहीं मिलने के कारण नहीं है। അതുകൊണ്ട് കർത്താവ് നമ്മളെയൊക്കെ വിളിച്ചത് വേറെ ആരെയും കിട്ടാഞ്ഞിട്ടൊന്നും അല്ല, നമ്മളോട് ദൈവം കാണിച്ച കരുണയാ. അങ്ങനെ അങ്ങ് ഓർത്താൽ മതി, അല്ലാതെ വലിയ ആള് കളിക്കൊന്നും. इसलिए इस बात को हमें स्मरण करना है कि परमेश्वर ने हमें जो बुलाया है वो परमेश्वर की बड़ी करुणा है और परमेश्वर को और कोई नहीं मिला इस कारण नहीं है। ചിലരെയൊക്കെ ചിന്ത രക്ഷിക്കപ്പെടുന്നത് തന്നെ അവര് ദൈവത്തോട് കാണിക്കുന്ന ഏതാണ്ട് വലിയ ഔദാര്യമാണ്. और कुछ लोग इस प्रकार विचार करते हैं कि वे उधार जब पाते हैं तो वो परमेश्वर के लिए कुछ मेहरबानी किया, इस प्रकार समझते हैं। നീ ഇല്ലേ ദൈവത്തിന് എന്നാ പറ്റാനാ? പക്ഷെ ദൈവം ഇല്ലെങ്കിൽ നിന്റെ കാര്യം തീർന്നില്ലേ? आप अगर नहीं है तो परमेश्वर को कुछ तकलीफ नहीं है, अगर परमेश्वर नहीं है तो आपका जिंदगी खत्म हो जाता है। പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവത്തിന് നമ്മളെ ഇല്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ലെങ്കിലും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മളില്ലാതെ വയ്യാന്നുള്ള നിലയിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. और दूसरी बात यह है कि हम नहीं होने पर भी परमेश्वर को कोई तकलीफ नहीं है, मगर परमेश्वर जो हम पर प्रेम बरसाया है उस प्रेम के प्रति परमेश्वर हम नहीं होने से उस बात को नहीं समझते, उस दर्द के बात में परमेश्वर हमारी और झुक के आता है। 100 ആടുകളുടെ ഉപമയിലും നമ്മൾ കാണുന്നത് ഇത് തന്നെയാ. 100 भेड़ की उस बात पर भी इस बात को हम देखते हैं। 100 ആടുണ്ടായിരുന്ന ആ ഇടയൻ ഒരാട് പോയപ്പോൾ പോട്ടെ, വേറെ പണിയല്ല, ഇനി വല്ല രാത്രിയിൽ അതിനെ തിരക്കി പോകാൻ പോവാ, വല്ല സിംഹവും എന്നെ കടിച്ചാലോ എന്നൊന്നും ചിന്തിച്ചവിടുന്നില്ല. പകരം എന്താണ്, സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ച് ആ ആടിനെ തിരക്കി പോയ ഒരു ഇടയൻ. 100 भेड़ जिस चरवाहा के पास था उसमें से एक भेड़ जब गुम हो गया तब उस चरवाहा ने रात को ये नहीं सोचा कि चलेगा एक है तो उसको कोई खा लिया होगा, मगर उस एक को और रात को भी निकल कर ढूंढने के लिए वो अपना प्रेम उस एक खोया हुआ भेड़ को और दिखाता है। ഈ ലോകത്തിൽ 10,000 കോടി ജനങ്ങൾ നല്ല മനുഷ്യരാണെങ്കിലും ഒരു പാപിയെ ഉള്ളായിരുന്നെങ്കിലും കർത്താവ് അവനെ തേടി ഭൂമിയിൽ വന്നേനെ. इस संसार में अगर 10,000 करोड़ लोग सही होते, पवित्र होते और अगर एक ही व्यक्ति पापी होता तो मसीह उस एक व्यक्ति के लिए भी उसे ढूंढकर भी इस पृथ्वी में आता। അവന്റെ ജീവൻ കൊടുക്കുകയും ചെയ്തു. അവൻ കാൽവരി ക്രൂശിൽ ആ ഒരു പാപിക്ക് വേണ്ടി മരിച്ചേനെ. और वो सलीब में अपना जान उस एक पापी व्यक्ति के लिए भी दे दिया होता। അതാണ് യേശുവിന്റെ സ്നേഹം. और वो इसे यीशु का प्रेम कहलाते हैं। അതുകൊണ്ട് ഇടയൻ നോക്കിയിരിപ്പുണ്ട്, പക്ഷെ ആട് ഇടയന്റെ പുറകെ പൊക്കോണം. चरवाहा इसीलिए देखकर इंतजार में है और भेड़ उसकी आवाज को सुनकर उसके पीछे होते हैं कि नहीं वो देख रहा है। ഞാൻ ഈ ആഫ്രിക്കയില് ഞങ്ങൾക്ക് ഈ മസായികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർ ഇടയന്മാരാ. അവരുടെ ഇടയിൽ और अफ्रीका में इस प्रकार मसाई करके एक झुंड है, वे भेड़ों को संभालते हैं, चरवाहा है। ഇപ്പൊ അവർ ഒത്തിരി പേര് കർത്താവിനെ സ്വീകരിച്ച് അവിടെ സഭകൾ, വനത്തിനകത്ത് ഒത്തിരി സഭകളുണ്ട്. और उनमें से अनेक जन अभी मसीह को स्वीकार किया है और जंगल के अंदर अनेक कलीसियाएं वहां उत्पन्न हुआ है.
അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഇടയന്മാര് എനിക്കിപ്പോ ഒത്തിരി അടുത്ത ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഈ സ്റ്റൈലൊക്കെ എനിക്കറിയാം. और इस प्रकार की चरवाहे आजकल मेरे नजदीक है, करीब रहते हैं, और इसलिए करीब से उनको जानता है, और उसका उनके रीति को भी मैं पहचानता हूँ. നമുക്കറിയാമല്ലോ, ഈ പശുവിനെ ഒത്തിരി പശുക്കളെ കൊണ്ടുപോകണമെങ്കിൽ പശുവിനെ മേയിക്കുന്നവര് പശുവിന്റെ പുറകിൽ നിന്ന് അടിച്ചാ കൊണ്ടുപോകുന്നത്. हम जानते हैं कि गाय को जो चराते हैं वे उनके पीछे खड़ा रहकर उन्हें मारकर आगे चराने ले जाते हैं. എന്നാൽ ആടിനെ കൊണ്ടുപോകുന്നത് പുറകിൽ നിന്ന് അടിച്ചല്ല. मगर भेड़ों को जो चराने ले जाते हैं, चरवाहा कभी उन्हें पीछे से मार कर नहीं ले जाता है. ഇടയൻ മുന്നേ നടക്കത്തേ ഉള്ളൂ, ആട് പുറകെ പൊക്കോണം. चरवाहा आगे चलता रहता है और भेड़ उनके पीछे होते रहते हैं. ഇതുപോലെ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ആടിനെ വഴി തെറ്റിപ്പോയെന്നൊക്കെ പറയുന്നത്. കാര്യം ഇടയൻ മുന്നേ പോകും, നമ്മൾ പുറകെ നടന്നോ. और इस कारण इस बात को कहते हैं कि भेड़ अक्सर मार्ग से भटक जाते हैं, क्योंकि चरवाहा आगे की ओर चलता रहता है. അപ്പൊ യഹോവ എന്റെ ഇടയനാണെങ്കിൽ ഞാൻ അവന്റെ പുറകെ നടന്നോണം. और इसीलिए यहोवा अगर मेरा चरवाहा है तो मैं उसके पीछे चलना है. നമുക്ക് അതുപോലെ അവനെ അനുഗമിക്കുന്നതായ ഒരു അവസ്ഥ ഉണ്ടാകും. उसके पीछे होने की या चलने की एक अवस्था हमारे जिंदगी में होना है. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ ശിഷ്യന്മാരെന്ന് വിളിക്കുന്നത്. ശിഷ്യന്മാർ और इसीलिए मसीह हमें उनके चेले करके कहते हैं. चेले हर समय पीछे होने वाले हैं, चलने वाले हैं. അപ്പൊ യേശുവിന്റെ കാൽപാദങ്ങൾ നോക്കി നമ്മൾ നടന്നോണം. यीशु मसीह के उस पैरों के निशानों को देखकर हमें आगे की ओर चलना है. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവന്റെ ആടുകളായിട്ട് കൂടെ നടക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. इसीलिए मैंने कहा कि जब हम कहते हैं कि यहोवा मेरा चरवाहा है, तो हम उनके भेड़ बनकर उनके पीछे होने की एक जिम्मेदारी हम पर बरसा है. പലപ്പോഴും നമ്മുടെ ചിന്ത ഇടയൻ വന്നെന്നെ പിടിച്ചു വലിച്ചോണ്ട് പൊക്കോളുമെന്ന്. അങ്ങനെ പിടിച്ചു വലിച്ചോണ്ട് പോകത്തില്ല, നമ്മൾ പോകാൻ തയ്യാറായി അവന്റെ പുറകെ പൊക്കോണം. अक्सर हम इस प्रकार विचार करते हैं कि चरवाहा आकर हमें खींचकर उसके मार्ग में ले चलेगा, मगर ऐसे वो खींच के नहीं लेके जाएगा, हमें उसके पीछे चलना है. ഇടയന്റെ പിന്നാലെ നടക്കുന്ന ആടുകളായിരിക്കണം നമ്മൾ. चरवाहा के पीछे चलने वाले भेड़ होकर हमें आगे बढ़ना है. ഇവിടെ മറ്റു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ കാണുന്നു. 23वीं भजन संहिता जब हम पढ़ते हैं तो एक बात को हम देखते हैं, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. यहोवा मेरा चरवाहा है, मुझे कुछ घटी ना होगी. അപ്പൊ ഈ നമുക്കെല്ലാം ഉള്ള പ്രശ്നമുണ്ട്. വേദോസം വായിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടികോണിലൂടെയാണ് നമ്മളിത് വായിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ്. Uncle, please repeat. നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സില് നമ്മൾ വായിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. और इस वचन को जब हम पढ़ते हैं तो हम इस प्रकार हमारे तरफ रखकर, हमारे पक्ष में रखकर उसे हम पढ़ते हैं. ഇപ്പൊ നമ്മളിത് വായിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? हम जब इस वचन को पढ़ते हैं तो हमारे मन में क्या जल्दी में आता है? യഹോവ എന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്കെല്ലാം കിട്ടും. ഈ ഭൂമിയിൽ എല്ലാം എനിക്ക് കിട്ടും. എനിക്ക് കാറ് കിട്ടും, എനിക്ക് വീട് കിട്ടും. യഹോവ എന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാം കിട്ടും. यहोवा मेरा चरवाहा है, इसीलिए इस पृथ्वी में मुझे किसी बात की घटी नहीं होगी. घर मिलेगा, गाड़ी मिलेगा, हर बात मेरे लिए उपलब्ध रहेगा. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ വല്ലതും കിട്ടണം എന്നുള്ളതല്ലാതെ ഈ ഇടയനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പൊ വന്നു हमारे मन में भी इस प्रकार हमको कुछ बात मिलना है या हम चाहते हैं, मगर हम इस चरवाहा के साथ तो कोई संबंध के बारे में हम ध्यान नहीं रखते हैं. യഹോവ എന്റെ ഇടയനാണെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ തന്നോളും, ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. यहोवा मेरा अगर चरवाहा है तो जो भी बात मेरी जरूरत की है वो सारे बात वो मेरे लिए उपलब्ध कराता है. हमें उसके लिए परिश्रम या उसके पीछे भागने की जरूरत नहीं है.
എന്നാൽ യഥാർത്ഥത്തിൽ ആ വാക്യത്തിന്റെ അർത്ഥം കുറച്ച് വളരെ വ്യത്യസ്തമാണ്. मगर सच्ची रूप में उस वचन की मतलब बहुत गहरा है. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലെ ഈ സഭായോഗത്തിന് വാക്യം പറയാനായിട്ട് ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നു. मैंने इस प्रकार का एक गवाही सुना हूं या कहानी सुना हूं. एक बार आराधना के बीच में गवाही के देते समय एक बेटा लड़का खड़ा हुआ, बालक खड़ा हुआ अपना गवाही देने के लिए. അപ്പോ അവൻ 23-ാം സങ്കീർത്തനം കാണാതെ പറയാനാണ് എണീറ്റ് നിന്നത്. 23वीं भजन संहिता मनपाठ बोलने के लिए वो खड़ा रहा. പക്ഷെ അവനെ തുടങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോ അങ്ങ് മറന്നുപോയി. और जैसे शुरू किया 1-2 वचन के बाद वो भूल गया. അപ്പൊ ആദ്യം അവൻ പറഞ്ഞു യഹോവ എന്റെ ഇടയനാകുന്നു. शुरुआत में उसने कहा यहोवा मेरा चरवाहा है. ബാക്കി മറന്നുപോയി. उसके बाद वो भूल गया. പിന്നെ അവൻ പറഞ്ഞു യഹോവ എന്റെ ഇടയനാകുന്നു. वापस उसने दोहराया यहोवा मेरा चरवाहा है. പിന്നെ ബാക്കി മറന്നുപോയി. वापस आगे भूल गया. പിന്നെ അവൻ പറഞ്ഞു യഹോവ എന്റെ ഇടയനാകുന്നു. वापस उसने दोहराया यहोवा मेरा चरवाहा है. അത് മതി. फिर कहा उतना काफी है. The Lord is my shepherd and that's enough. यहोवा मेरा चरवाहा है और वो मेरे लिए काफी है. അവൻ പറഞ്ഞതിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല. അവൻ പറഞ്ഞു എനിക്ക് അത്രേ അറിയത്തുള്ളൂ, അത്രയും മതി, ഇത്രയും കേട്ടാ മതി എന്ന് അവൻ പറഞ്ഞത്. उसने बोलने का मतलब यही था कि उतना यहोवा मेरा चरवाहा है और उतना काफी और मुझे उतना ही मालूम है. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. सही रीति से कहूं तो बस उतना ही उस वचन का अर्थ है. The Lord is my shepherd. यहोवा मेरा चरवाहा है. And that's enough. और उतना काफी है. വേറെ ഒന്നും വേണ്ട. और ज्यादा कोई बात की जरूरत नहीं है. നമ്മൾ പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് എല്ലാം കിട്ടുമെന്ന. और हम इस प्रकार कहते हैं कि यहोवा मेरा चरवाहा है इसीलिए सारे बातें मेरे लिए उपलब्ध है. പക്ഷേ ഇവിടെ പറയുന്നത് അതല്ല. യഹോവ എന്റെ ഇടയനായി ആകുന്നത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട. और यहाँ इस प्रकार कहता है कि यहोवा मेरा चरवाहा है इसलिए मुझे और कोई बात की जरूरत नहीं है. എനിക്ക് അവൻ തരുന്നത് മതി. वो जो मुझे देता है वो काफी है. ഞാൻ സംതൃപ്തനാണ്. അവൻ തരുന്നത് കൊണ്ട് ഞാൻ സംതൃപ്തനാണ്. जो बात वो मेरे लिए देता है, उपलब्ध कराता है, उससे मैं तृप्त हूं. ഞാൻ ഒന്നും ചോദിക്കത്തൊന്നുമില്ല. അവൻ എനിക്ക് തരുന്നത് മതി. और मैं कुछ बात का मैं मांगता नहीं हूं. जो वो मुझे देता है वो मेरे लिए काफी है. പക്ഷെ അത് നമ്മൾ എത്ര പേര് പറയും? इस बात को हम में से कितने जने कहेंगे? നമ്മൾ എപ്പോഴും പറയുന്നത് യഹോവ എന്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് അത് കിട്ടുമോ, ഞാൻ യഹോവ എന്റെ ഇടയനാകുന്നു, നിങ്ങൾക്ക് അറിയാമോ, കർത്താവ് എന്റെ ഇടയൻ, അവൻ എന്നെ വെറുതെ വെളുത്തിന് അവൻ എനിക്ക് എല്ലാം തരുമെന്നൊക്കെയാ പറയും. हम इस प्रकार कहते हैं कि यहोवा मेरा चरवाहा है, आप जानते हो वो मुझे वैसे ही नहीं छोड़ेगा, खाली नहीं छोड़ेगा, वो मुझे हर बात देगा. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് അത് മതിയെന്നേ. ആ यहोवा मेरा चरवाहा है और वो काफी है. മനസ്സിലാക്കാൻ പ്രസംഗിക്കുന്നത്. और उस बात को, उस मतलब को हमें समझना है. उसकी उस सही अर्थ को हमें समझना है. വേണ്ടെന്നേ. और कोई बात की मुझे जरूरत नहीं है. मुझे केवल यीशु चाहिए और मुझे कोई बात जरूरी नहीं है. ഞാൻ സംതൃപ്തനാണ്. और मैं इस बात से तृप्त हूं. അപ്പോൾ ആത്മീയതയുടെ ലക്ഷണം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. और इस मतलब से आत्मिक जो जिंदगी की जो एक चिन्ह यह है कि तृप्त रहना. അതാണ് ഒരു ആത്മീയന്റെ ലക്ഷണം, സംതൃപ്തിയാണ്. आत्मिक व्यक्ति का चिन्ह यह है कि वो तृप्त रहे. പക്ഷെ ഇന്ന് മോഹമാണ് കൂടുതൽ, അല്ലാതെ സംതൃപ്തി അല്ല. मगर आज लोगों में तृप्त नहीं रहते हैं, वे ज्यादा बातों के लिए लालच रहते हैं. ഇന്ന് പ്രസംഗിക്കുന്നവരും മനുഷ്യനിൽ മോഹം ഉണ്ടാക്കുകയാണ്, അല്ലാതെ സംതൃപ്തി ഉണ്ടാക്കുകയല്ല.
और इस प्रकार आज जो प्रचार करने वाले प्रचारक भी है, वो सुनने वाले के अंदर इस प्रकार की एक मोह पैदा कराते हैं। वो संतृप्ति की बातों को पैदा नहीं कराते हैं। എല്ലാരും പറയുന്നത് നീ ഇഷ്ടം പോലെ മോഹിച്ചോളാനാ. लोग इस प्रकार प्रचार करते हैं कि आप जितना चाहिए उतना ही लालच में या मोह कर लो. നിങ്ങൾ പ്രസംഗങ്ങളൊക്കെ എപ്പോഴും കേൾക്കുമല്ലോ, ടിവിയിലൊക്കെ കേൾക്കുമല്ലോ, ഇതുപോലുള്ള മെഗാ പ്രീച്ചേഴ്സ് എല്ലാം. और आप इस प्रकार की प्रचारकों को बहुत सुनते होंगे, टीवी में देखते होंगे. എന്താ നിങ്ങൾ കേൾക്കുന്നത്? आप क्या सुनते हो? ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട്, നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ മോഹങ്ങൾ എന്താണോ അത് നിർവഹിക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. आज रात को मसीह आया हुआ है, आपका इच्छा क्या है उनको पूरा करने के लिए वो यहाँ आया है. നിനക്ക് കാർ വേണോ, കാർ തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. आपको गाड़ी चाहिए तो गाड़ी देने के लिए मसीह आया है. നിനക്ക് വീട് വേണോ, വീട് തരാൻ യേശു വന്നിട്ടുണ്ട്. आपको घर चाहिए तो घर देने के लिए यीशु आया है. നിനക്ക് ജോലി വേണോ, ജോലി തരാൻ യേശു വന്നിട്ടുണ്ട്. आपको नौकरी चाहिए तो नौकरी देने के लिए यीशु इधर आया है. നിനക്ക് കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കാൻ പെണ്ണിനെ തരാൻ യേശു വന്നിട്ടുണ്ട്. आपको शादी करना है तो शादी के लिए लड़की देने के लिए यीशु इधर आया है. വെറുതെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ പോരെ, പെണ്ണിന് ഏത് കളർ വേണം, ഏത് എങ്ങനത്തെ മുടി വേണം, എത്ര ഹൈറ്റ് വേണം എല്ലാം പറഞ്ഞ് നീ കൊച്ചിനെ സ്വപ്നം കാണണമെന്നാ ഇവിടെ പറയുന്നത്. और वो इस प्रकार भी प्रचार करते हैं कि केवल शादी करने के लिए इच्छा रखने से काफी नहीं है, किस प्रकार की लड़की आप चाहते हो, क्या रंग की चाहिए, क्या गुण की चाहिए, उस प्रकार की इच्छा और आपकी जो मोह है वो सारे बताने के लिए वे कहते हैं. മനുഷ്യനെ അങ്ങ് മോഹിപ്പിക്കുകയാണ്. और वे मनुष्य को इस प्रकार लालच दिलाते हैं, उनके अंदर मोह पैदा कराते हैं. നിനക്ക് കാർ വേണമെങ്കിൽ വെറുതെ കാർ വേണമെന്ന് പറയരുത്. ഏത് കമ്പനിയുടെ കാറ്, ഏത് മോഡൽ കാറ്, എത്ര വലിയ കാറ്, ഏത് കളർ കാറ്, അതെല്ലാം പറയണം. और आपको अगर गाड़ी चाहिए तो कौन से गाड़ी चाहिए, उसका कौन से रंग का चाहिए, कौन से कंपनी का चाहिए, इस प्रकार कौन से रूप का चाहिए, वो सारी बातें बताकर मांगने के लिए कहते हैं. എന്നിട്ട് നീ അത് സ്വപ്നം കണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പറയണം നിന്റെ സ്വപ്നം. और आप उस बात को उस सपना में देखकर परमेश्वर के सन्मुख में आपने आपके सपनों को कहने के लिए वे कहते हैं. നീ ഈ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്റെ ചാവി അവിടെ തയ്യാറായി വെച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്റെ കാറിന്റെ ചാവി. और आप जब इस हॉल से लौटेंगे तो आपका गाड़ी का चाबी आपके लिए तैयार रहेगा करके कहते हैं. മനുഷ്യനെ ദുർമോഹികളാക്കുന്ന പ്രസംഗങ്ങളാണ് ഇത്. സുവിശേഷത്തിന്റെ നേരെ വിപരീതമാണ് ഇത്. വേദപുസ്തകത്തിന്റെ സുവിശേഷമല്ല. और आजकल हम इस प्रकार की प्रचार को देखते हैं जो मनुष्य को इस प्रकार गलत रास्तों में जहां दुर्मोह बनाकर उन्हें ले चलने वाले प्रचारों को हम सुनते हैं. വേദപുസ്തകം പറയുന്നത് മോഹിക്കരുത് എന്നാണ്, ഇവര് പറയുന്നത് ഇഷ്ടം പോലെ മോഹിച്ചോളാനാ. और ये सब प्रचार पवित्र शास्त्र के विरुद्ध करने वाली प्रचार है. पवित्र शास्त्र कहता है कि मोह ना करे, लोभ ना करे, मगर ये लोग कहते हैं कि आप मोह करे और इस प्रकार लोभ करे. അങ്ങനെ മനുഷ്യനെ ദുർമോഹികളാക്കുന്നവർ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുകയാണ്. और इस प्रकार जो लोग दुर्मोह बनकर चलते हैं वे परमेश्वर से अलग होकर निकलते हैं. മനുഷ്യനെ സ്വർഗത്തിലേക്ക് നോക്കാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം ഭൂമിയിലെ വസ്തുക്കളിലേക്ക് നോക്കാനാണ് ഇന്ന് പ്രവാചകന്മാരും മെഗാ പ്രീച്ചേഴ്സും ഇന്ന് പരിശ്രമിക്കുന്നത്. आजकल के बड़ा प्रचारक लोग और नबी लोग इस प्रकार लोगों को परमेश्वर की ओर अपने नजरों को लगाने के लिए बताने के वजह वे इस संसार के बातों पर अपने नजरों को लगाने के लिए और उस विषय पर मोह लगाने के लिए, दुर्मोह चलने के लिए, बनने के लिए उन्हें प्रचार करते हैं, सिखाते हैं. 95% ടെലിവിഷൻ പ്രീച്ചേഴ്സും മനുഷ്യനെ ദുർമോഹികളാക്കുകയാണ്. അവര് സ്വർഗത്തെ കുറിച്ച് പറയത്തില്ല. और 95% इस प्रकार के बड़े टीवी में आने वाले प्रचारक लोग लोगों को इस प्रकार दुर्मोह बनाने के लिए उस रास्ते में उन्हें आगे ले चलने के लिए कोशिश करते हैं, परमेश्वर की ओर ले आने के लिए वे कोशिश नहीं करते हैं. അതുകൊണ്ട് തന്നെ ഇവര് ദൈവവിരുദ്ധരായ വേദപുസ്തക വിരുദ്ധരായ പ്രസംഗകരാണ്. और इसीलिए वे पवित्र शास्त्र के विरुद्ध जो प्रचार करते हैं. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ് എനിക്ക് യഹോവ മതിയെന്ന്, എനിക്ക് വേറെ ഒന്നും വേണ്ട. यहाँ भजन संहिता रचने वाला कहता है कि यहोवा मेरा चरवाहा है और मुझे केवल यहोवा काफी है.
അവന് സംതൃപ്തിയാണ്, അവൻ സംതൃപ്തി. और वो उस बात से तृप्त है. സംതൃപ്തിയില്ലായ്മയാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന ഘടകം. और इस प्रकार संतृप्ति या तृप्त नहीं होने का कारण सारे पापों का जड़ है. നമ്മള് ആദ്യ പാപത്തെ കുറിച്ച് പഠിച്ചാൽ പോലും അത് അസംതൃപ്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. और इस प्रकार जब हम पवित्र शास्त्र की जो पहला पाप के बारे में हम सीखते हैं, हम जान सकते हैं कि वो भी इस प्रकार तृप्त नहीं होने के कारण उसमें से उत्पन्न हुआ. പിശാചിന്റെ വലിയ തന്ത്രമാണ് നമ്മുടെ ഉള്ളിൽ അസംതൃപ്തി വിതയ്ക്കുക എന്ന് പറയുന്നത്. और शैतान का एक बड़ा चाल है कि हमारे मन के अंदर असंतृप्तता पैदा करे. ഹവ്വ ഇറങ്ങി നടന്നപ്പോൾ സാത്താൻ അവളോട് വന്ന് കാര്യമായിട്ട് സംസാരിക്കാൻ നോക്കുക. हवा जब बाहर निकली चलने के लिए, तब शैतान आकर उससे बात कर रहा है. പൗലോസ് പറയുന്നത് സർപ്പം ഉപായത്താൽ ഹവ്വായെ വഞ്ചിച്ചെന്നാണ്. पौलोस इस प्रकार कहता है कि सर्प जो था वो चाल चलाकर हवा को धोखा दिया. എന്തോ ഉപായം പ്രയോഗിച്ചത്? उसने क्या चाल चलाया? ഡയറക്റ്റ് സംസാരിക്കത്തില്ല, അവൻ ഇങ്ങനെ വളച്ചൊടിച്ചേ പറയത്തുള്ളൂ. वो सीधे वार्तालाप नहीं करता है, वो इस प्रकार घुमा फिरा कर बात करता है. ഹവ്വായെ കണ്ടപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ ഒരു ഭാവനയിൽ കാണുകയാണ്, ഹവ്വായെ കണ്ടപ്പം ചിലപ്പോൾ സർപ്പം ചോദിച്ചു കാണും. जब हवा को उसने देखा, तब सर्प ने मेरे भावना में मैं इस प्रकार समझता हूँ, वो मैं बात को कह रहा हूँ कि उस प्रकार उसने हवा से इस प्रकार सर्प ने पूछा होगा, ഹവ്വാ മോളെ നീ അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയില്ല, എന്തോ പറ്റി? हे हवा बेटी, तू तो बहुत कमजोर हो गई, पतली हो गई, क्या हुआ? എനിക്കറിയാം, അയ്യോ ഈ ദൈവം നിന്നെ കൊണ്ടുള്ള പണി മുഴുവൻ ചെയ്യിക്കുക, തോട്ടത്തിലെ മുഴുവൻ പണി നീ അല്ലയോ ചെയ്യുന്നത്. मैं जानता हूँ कि परमेश्वर तेरे से सारे बातें करा रहा है और मेहनत तेरे से करा रहा है. इस वाटिका के सारे काम परमेश्वर तेरे से ही करा रहा है. എന്നാൽ തിന്നാൻ വല്ലതും തരുമോ? അതുമില്ല. और खाने के लिए कुछ देगा? वो भी नहीं देता है. തോട്ടത്തിലുള്ള ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? और क्या इस वाटिका के अंदर कोई भी वृक्ष का फल नहीं खाना है करके कहा है? ഓ ഈ ദൈവം ഒന്നും തരത്തില്ലെന്നേ, കണ്ടില്ലയോ? നീ അങ്ങ് ക്ഷീണിച്ചു പോയി, ആ എല്ലൊക്കെ ഉന്തിയിരിക്കുന്ന കണ്ടോ? ये परमेश्वर देखो कुछ नहीं देगा, तू बहुत पतली हो गई, देखो तेरा हड्डी सब इतना पतला हो गया. നീ അധ്വാനിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നിനക്ക് എല്ലാം തരേണ്ടതാ, പക്ഷെ നീ അധ്വാനിക്കുന്ന അനുസരിച്ച് നിനക്കൊന്നും കിട്ടുന്നില്ല. तू जितना मेहनत करती है उसके अनुसार तो तुझे बहुत मिलना चाहिए, ये सब कुछ मिलना चाहिए, मगर तेरे मेहनत के अनुसार तेरे को कुछ मिल नहीं रहा है. പിശാച് എല്ലാ മനുഷ്യരോടും പറയുന്ന കാര്യം അതാണ്, നീ അധ്വാനിക്കുന്നതിനനുസരിച്ച് നിനക്കൊന്നും കിട്ടുന്നില്ലെന്നാണ്. और शैतान हर मनुष्य से यही बात कहता है कि आपके मेहनत के अनुसार आपको कुछ मिल नहीं रहा है. മനുഷ്യന്റെ ഹൃദയത്തിൽ അസംതൃപ്തി വിതറുന്നതാണ് സർപ്പത്തിന്റെ ഉപായം. और सर्प का उपाय यह है कि मनुष्य के हृदय के अंदर इस प्रकार तृप्त नहीं होने का उस आदत को डाले. മനുഷ്യൻ ഇന്നും എല്ലാ മനുഷ്യരിലും പിശാച് അസംതൃപ്തി വിതറുകയാണ്. और आज भी हर मनुष्य के हृदय के अंदर इस प्रकार की एक आदत, जहां वो तृप्त नहीं होता है, उस प्रकार की एक आदत को शैतान बोल रहा है. നിങ്ങൾ ആരെങ്കിലും പറയുന്ന, നിങ്ങളെ കൂട്ടുകാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അയ്യോ ഞാൻ ആലോചിക്കുക, ഈ കമ്പനി എനിക്ക് എന്തിനാ ഇത്രയും ശമ്പളം തരുന്നത്, എന്തോ പണി ചെയ്തിട്ടാ, എനിക്കാണെങ്കിൽ ഒരു പണിയും ഇല്ല, പക്ഷെ എനിക്ക് എന്തുമാത്രം ശമ്പളമാ തരുന്നത്. आपने कभी सुना है कि आपका मित्र कभी भी इस प्रकार आपसे कहा हो कि मैं जो इस कंपनी में नौकरी करता हूं, वहां मुझे मालूम नहीं पड़ता है कि मेरा कंपनी इतना ज्यादा पगार मुझे क्यों दे रहा है, मैं काम इतना करता नहीं हूं फिर भी इतना ज्यादा पगार क्यों देता है करके कभी भी अपना मित्र हमसे कहा है? ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? क्या आपने कभी कोई भी मित्र इस प्रकार बात करते हुए आपने सुना है? എല്ലാരും പറയുന്നത് എന്തുവാ? लोग क्या कहते हैं? ഓ എന്റെ ദൈവമേ, രാവിലെ തൊട്ട് രാത്രി വരെ പണിയും വല്ലതും കിട്ടുമോ? അതുമില്ല. इस प्रकार कहते हैं कि सुबह से शाम तक है मेरे परमेश्वर में काम करता हूं और मुझे कुछ मिलता है, वो भी नहीं देता है. ഇതാ പിശാച് തരുന്ന അസംതൃപ്തി. और यही बात शैतान हमारे अंदर बोने वाला आदत है, जिससे हम असंतृप्ति कहते हैं. ജോലിക്കാര് മാത്രമല്ല, വീട്ടിലും അസംതൃപ്തിയാ.
और नौकरी के संदर्भ में नहीं, दफ्तर में केवल नहीं, हमारे घरों में भी इस आदत को हम देखते हैं। വൈകുന്നേരം ജോലി ചെയ്തിട്ട് ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ഭർത്താവ് പറയുന്നത്, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോസിന്റെ ചീത്തവിളിയും കേട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇവൾ ഒരു ചായ ഉണ്ടാക്കി തന്നില്ലല്ലോ എനിക്ക്. पति घर पे जब आता है तो वो इस प्रकार कहता है कि सुबह से शाम तक मैं दफ्तर में काम करता हूँ, मेरा बॉस का मैं बातें सुनता हूँ, फिर भी मैं जब घर आता हूँ तो एक चाय तक मेरा पत्नी बना के नहीं देती है। ഭർത്താവ് അസംതൃപ്തനാണ്. और पति जो है वो कभी तृप्त नहीं होता है। ഭാര്യ എന്താ പറയുന്നത്? पत्नी क्या कहती है? നിങ്ങൾ AC-യുടെ കീഴെ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറെ ടകടകാന്ന് അടിച്ചോണ്ടിരുന്നതല്ല ഉള്ളോ, ഞാനിവിടെ രാവിലെ മുതൽ അടുക്കളയിലെ പണി മുഴുവൻ ചെയ്ത് തുണിയെല്ലാം അലക്കി മുറിയെല്ലാം തൂത്ത് എന്തെല്ലാം പണി ചെയ്യുന്നതാ, നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി കുടിച്ചാ എന്നാ? आप तो दफ्तर में बैठकर एसी में पूरा दिन कंप्यूटर में टक टक करते रहते हो, आप घर पे आते, मैं तो इधर पूरा दिन सुबह से शाम तक घर में बैठकर काम करती रहती हूँ, आप अगर शाम को घर लौटते हो तो अगर एक चाय बना के पी लिया तो क्या तकलीफ है? ഞാൻ ഇനി പിള്ളേരുടെ ഹോംവർക്ക് എല്ലാം ചെയ്യിക്കണം, എന്തെല്ലാം പണിയാ, നിങ്ങൾക്ക് വല്ല പണിയുണ്ടോ? और मुझे अभी बच्चों का होमवर्क भी कराना है, और कितना काम बचा है, आपको और कोई काम है क्या? സംതൃപ്തി ഇല്ല. संतृप्ति नहीं है। സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് പാപത്തിൽ മനുഷ്യൻ വീണു പോകുന്നത്. इस प्रकार संतृप्ति नहीं होने के कारण मनुष्य पाप में फंस जाता है। ശരിക്കും നമ്മൾ സംതൃപ്തരാണെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തേ ഇല്ല. अगर हम तृप्त होते हैं तो फिर हम पाप में नहीं फंसेंगे। നമ്മള് ഇപ്പം യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിൽ हम जब याकूब के पत्री पढ़ते हैं उसके पहला अध्याय में അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ उसके 13वीं वचन से जब हम पढ़ते हैं, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്, ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകും. जब किसी की परीक्षा हो तो वह यह ना कहे कि मेरी परीक्षा परमेश्वर की ओर से होती है, क्योंकि ना तो बुरी बातों से परमेश्वर की परीक्षा हो सकती है और ना वह किसी की परीक्षा आप करता है, परंतु प्रत्येक व्यक्ति अपनी ही अभिलाषा से खींचकर और फंसकर परीक्षा में पड़ता है। ദൈവം ആരെയും ദോഷം ചെയ്യാൻ പരീക്ഷിക്കത്തില്ലെന്ന ആ വാക്യത്തിന്റെ അർത്ഥം. उस वचन का अर्थ यह है कि परमेश्वर कभी भी किसी को हानि पहुंचाने के लिए परीक्षा नहीं करता है। ദൈവം ദോഷം ചെയ്തിട്ടുള്ളവനുമല്ല, ദൈവം परमेश्वर പാപം ചെയ്യാൻ അവൻ ആരെയും പാപം ചെയ്യാൻ പരീക്ഷിക്കത്തില്ല. परमेश्वर बुरी बातें किया नहीं है, ना बुरी बातों से परमेश्वर किसी की परीक्षा करता है और ना किसी की परीक्षा वो करता है ताकि वो बुरी बातें करे। പിന്നെ എങ്ങനെയാ നമ്മള് പാപം ചെയ്യുന്നത്? फिर हम किस प्रकार पाप करते हैं? ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകും. प्रत्येक व्यक्ति अपनी ही अभिलाषा से खींचकर और फंसकर परीक्षा में पड़ते हैं। അപ്പൊ മോഹമാണ് പാപം ഉണ്ടാക്കുന്നത്. और इस प्रकार अभिलाषा या मोह पाप उत्पन्न करता है। മോഹമില്ലെങ്കിൽ പാപമില്ല. अगर अभिलाषा नहीं है या मोह नहीं है तो पाप नहीं है। സംതൃപ്തി ഉണ്ടെങ്കിൽ പാപത്തിൽ വീണു പോകത്തില്ല. अगर संतृप्त रहते हैं तो वो कभी पाप में फंसता नहीं है। എനിക്ക് ദൈവം തന്നതിനകത്ത് ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ മോഷ്ടിക്കത്തില്ല. अगर परमेश्वर ने जो बात मेरे लिए मुझे दिया है उस बातों में मैं अगर तृप्त हूं तो मैं चोरी करने नहीं जाऊंगा, കാര്യം എനിക്ക് വേറെ ഒന്നിനോട് ആഗ്രഹം തോന്നുന്നില്ല. क्योंकि मुझे और बातों में कोई मोह नहीं पैदा होता है। ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ അസൂയപ്പെടത്തില്ല. अगर मैं संतृप्त रहता हूं तो मेरे अंदर ईर्ष्या या जलन पैदा नहीं होता है। എന്റെ കയ്യിലുള്ളത് ഒരു പഴയ കാറാ, എന്റെ കൂട്ടുകാരൻ ഒരു BMW X5 വാങ്ങിച്ചെന്ന് വെക്കുക. मेरे पास अगर एक छोटा पुराना गाड़ी है और मेरा दोस्त मान लो एक बड़ा महंगा BMW गाड़ी खरीद लिया, അപ്പം എന്റെ കൂട്ടുകാരൻ പറയാ, കണ്ടില്ലയോ അവന് എന്തോ ഉണ്ടായിരുന്നു, ഇപ്പൊ അവന് ആരാ, അവൻ കണ്ടില്ലയോ BMW വാങ്ങിച്ച, നീ ഇപ്പോഴും ഇത്രയും നാളായിട്ടും പഴയ കാളയിലാ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, अभी तीसरा एक मेरा दोस्त आके मुझसे कहता है कि देख उसे देख, उसके पास क्या
और तू आज भी देखो उसी तरफ पुराने जैसे चल रहा है, അപ്പൊ ഞാൻ എന്താ പറയും? तब मैं क्या कहूंगा? എടാ എനിക്ക് ഇതാ ദൈവം തന്നത്, എനിക്ക് ഭയങ്കര സംതൃപ്തിയാ. എന്റെ കൂട്ടുകാരന് നല്ലൊരു കാറ് കിട്ടിയല്ലോ, വല്ലപ്പോഴും എനിക്കും അതിനകത്തൊന്ന് കയറാമല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. मैं इस प्रकार जवाब दूंगा कि मुझे परमेश्वर ने यह आशीष दिया है और इसीलिए परमेश्वर ने मुझे जो दिया है उसके अंदर मैं खुश हूं, मैं तृप्त हूं कि मेरे पास एक पुराना गाड़ी है और मेरे दोस्त को परमेश्वर ने एक महंगा गाड़ी दिया है, तो मुझे उस बात पर भी खुशी है कि कभी कभी मैं उसके साथ उस गाड़ी में सफर कर सकता हूं. ഞാൻ സംതൃപ്തനാണെങ്കിൽ എനിക്ക് അസൂയ വരത്തില്ല. अगर मैं संतृप्त रहूंगा तो मेरे अंदर जलन पैदा नहीं होगा. സംതൃപ്തനാണെങ്കിൽ ഞാൻ ഒരു പാപവും ചെയ്യാൻ പോവുകയില്ല. और अगर मैं संतृप्त हूं तो मैं कोई पाप करने भी नहीं जाऊंगा. എന്റെ ഭാര്യയിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ വേറൊരു പെണ്ണിന്റെ പുറകെ ഞാൻ പോകുമോ? मैं अगर मेरे पत्नी पे संतृप्त रहूं, खुश रहूं, तो मैं और कोई लड़की के पीछे क्या मैं जाऊंगा? അപ്പൊ സംതൃപ്തനാണെങ്കിൽ മോഷ്ടിക്കത്തില്ല. अगर मैं संतृप्त हूं, खुश हूं, तो मैं किसी बातों के पीछे चोरी करने नहीं जाऊंगा. സംതൃപ്തനാണെങ്കിൽ അസൂയപ്പെടത്തില്ല. मैं संतृप्त हूं तो मैं ईर्ष्या नहीं करूंगा, जलन नहीं करूंगा. സംതൃപ്തനാണെങ്കിൽ ഞാൻ വ്യഭിചാരം ചെയ്യത്തില്ല. और अगर मैं संतृप्त हूं तो मैं व्यभिचार नहीं करूंगा. സംതൃപ്തനാണെങ്കിൽ സെക്രട്ടറി ആകാൻ വോട്ട് പിടിക്കത്തില്ല. और अगर मैं संतृप्त हूं तो मैं किसी के पक्ष नहीं पकड़ूंगा. ഞാൻ സഭയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആകാനായിട്ട് വഴക്കുണ്ടാക്കത്തില്ല. और मैं कलीसिया के सेक्रेटरी या मेंबर बनने का कमेटी मेंबर बनने का के लिए मैं झगड़ा नहीं करूंगा. ഞാൻ സംതൃപ്തനാണെങ്കിൽ ഞാൻ പാപത്തിൽ വീണു പോകാനുള്ള സാധ്യതയേ ഇല്ല. अगर मैं संतृप्त हूं तो मैं पाप में फंसने का मौका ही उत्पन्न नहीं होता है. അപ്പൊ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് അത് മതിയെന്നേ, അവൻ തരുന്നത് മതി. और इस प्रकार है तो परमेश्वर अगर मेरा चरवाहा है तो वो काफी है मेरे लिए, और जो मुझे देता है वो काफी है. യാക്കോബ് അതുകൊണ്ടാ പറയുന്നത്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകും. और इसीलिए याकूब कहता है कि प्रत्येक व्यक्ति अपनी ही अभिलाषा से खींचकर और फंसकर परीक्षा में पड़ता है. എന്നിട്ട് പറയുന്ന ഒരു വാക്യം നമുക്കറിയാവുന്നതാണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിളർന്നു. और इसके बाद अगला वचन में वो कहता है कि फिर अभिलाषा गर्भवती होकर पाप को जनती है, और पाप जब बढ़ जाता है तो मृत्यु को उत्पन्न करता है. മോഹം ഗർഭം ധരിക്കുന്നു, अभिलाषा गर्भवती होता है. നമുക്കറിയാം ഗർഭം ധരിക്കണമെങ്കിൽ രണ്ട് ഏജൻസ് വർക്ക് ചെയ്യണം. गर्भ अगर होना है तो दो बातें वहां क्रिया करना है. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഗർഭം ധരിക്കുന്നതിനുള്ള രണ്ട് ഏജൻസ്? गर्भ धारण करने के लिए यहाँ दो बातें क्या क्या है? എനിക്ക് മോഹം ഉണ്ടാകുന്നു, അത് ഒന്നാമത്തെ ഏജന്റാ. मेरे अंदर अभिलाषा पैदा होता है या मोह पैदा होता है, वो सबसे पहली बात है. അപ്പോൾ പിശാച് അവന്റെ സജഷൻസുമായിട്ട് വരും, അതാണ് പ്രലോഭനം. और तब शैतान अपने बातों को या अपने सुझावों को लेकर हमारे पास आता है, तब वो इस प्रकार वो लोभ बन जाता है. അപ്പോൾ എന്റെ മോഹവും സാത്താന്റെ പ്രലോഭനവും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് പാപം ഗർഭം ധരിക്കുന്നത്. तब मेरे अभिलाषा और शैतान की प्रलोभन जब साथ में मिल जाता है तब पाप जनती है. ആ പറയുന്ന വ്യത്യാസം മനസ്സിലാക്കണം. മോഹം എന്റെ ഭാഗത്ത് നിന്ന്, आप इस बात को समझिएगा कि मोह या अभिलाषा मेरी तरफ से उत्पन्न होता है, സജഷൻസ് പിശാചിന്റെ ഭാഗത്ത് നിന്ന്, और सुझाव शैतान की तरफ से आता है. ഇത് രണ്ടും കൂടെ ചേർന്നാലേ പാപം ഗർഭം ധരിക്കത്തുള്ളൂ, പാപത്തെ പ്രസവിക്കത്തുള്ളൂ. ये दोनों विषय जब मिल जाता है तब पाप गर्भ धारण करता है, പാപം പുറത്തു വരത്തുള്ളൂ. तभी पाप बाहर आता है. അപ്പോൾ ഇതിനകത്ത് പാപം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റ് ഇല്ലാതാകണം. अगर इस विषय के अंदर अगर पाप उत्पन्न नहीं होना है
तो ये दोनों में से कोई भी एक विषय नहीं होना चाहिए। രണ്ടുമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. अगर दोनों उत्पन्न नहीं होता है तो बहुत अच्छी बात है। ഇനി ഒന്ന് മാത്രമേ ഉള്ളെങ്കിലും ഈ പറയുന്നത് പോലെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. और अगर एक भी होता है तो भी इस प्रकार बड़ा समस्या उत्पन्न नहीं होगा। അപ്പൊ ഒന്ന് മോഹം, അടുത്തത് പിശാചിന്റെ സജഷൻ അല്ലെങ്കിൽ പ്രലോഭനം. सबसे पहला अभिलाषा और दूसरा शैतान का प्रलोभन अर्थात सुझाव। നമുക്ക് മോഹം ഉണ്ടെങ്കിലും പിശാചിന്റെ സജഷൻസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രലോഭനം ഇല്ലെങ്കിൽ ചിലപ്പം പാപം സംഭവിച്ചില്ലെന്നിരിക്കും. अगर हमारे अंदर अभिलाषा होती है या मोह होता है और अगर शैतान हमें कोई सुझाव नहीं देता या उसका कोई प्रलोभन हमारे अंदर नहीं होता है तो हो सकता है हम पाप ना करें। എന്നാൽ പിശാച് പ്രലോഭിപ്പിച്ചാലും എനിക്ക് മോഹമില്ലെങ്കിലും പാപം സംഭവിക്കത്തില്ല. और अगर शैतान सुझाव देने पर भी अगर मेरे अंदर अभिलाषा नहीं होता है या मोह नहीं होता है तो भी पाप नहीं होगा। അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നില്ലാതാകും. तो इन दोनों में से कोई भी एक नहीं होना चाहिए। പക്ഷെ പ്രശ്നം, എനിക്കിപ്പോ പിശാചിനോട് പറയാൻ പറ്റുമോ, പിശാചെ എന്നെ പ്രലോഭിപ്പിക്കരുത് കേട്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അത് അവന്റെ ജോലിയാ. मगर समस्या यह है कि मैं अभी शैतान को तो कह नहीं सकता हूं कि तू मेरे अंदर सुझाव नहीं दे या इस प्रकार प्रलोभन उत्पन्न नहीं करा, क्योंकि वो उसका काम है। അവന്റെ പേര് തന്നെ ടെംപ്റ്റർ എന്നാണ്, പരീക്ഷകൻ. उसका नाम ही इस प्रकार धोखा देने वाला है या इस प्रकार अभिलाषा पैदा करने वाला है। അപ്പൊ അവന്റെ ജോലി അവൻ ചെയ്യരുതെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റുമോ? तो क्या मैं उसको कह सकता हूं कि तू तेरा काम नहीं कर या उसके काम करने से क्या मैं उसे रोक सकता हूं? അപ്പൊ അവൻ അവന്റെ ജോലി ചെയ്യും, അവൻ പ്രലോഭിപ്പിക്കും. तो वो तो उसका काम करेगा, वो हमारे अंदर प्रलोभन उत्पन्न करेगा। പക്ഷെ എനിക്ക് മോഹമില്ലെങ്കിൽ അവൻ എന്തോ ചെയ്യും? मगर अगर मेरे अंदर अभिलाषा होती नहीं है तो उसका उस प्रलोभन से क्या फायदा? പാപം സംഭവിക്കത്തില്ല, पाप नहीं होगा। അപ്പോൾ പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ പിശാചിനെ മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് മോഹമില്ലാതിരിക്കണം. और इस प्रकार अगर पाप में नहीं फंसना है तो हम शैतान को तो नाश नहीं कर सकते हैं, मगर हमारे अंदर अभिलाषा नहीं होना चाहिए। അപ്പൊ അതുകൊണ്ട് നമുക്ക് മോഹങ്ങളിൽ നിന്ന് വിടുതൽ ഉണ്ടാവുകയാണ് ആവശ്യമായിരിക്കുന്നത്, അല്ലാതെ പിശാചിനെ നമുക്ക് അവന്റെ ജോലിയിൽ നിന്ന് പിടിച്ചുവിടാനൊന്നും പറ്റത്തില്ല. और इसीलिए हमारे अंदर अभिलाषा नहीं होना चाहिए या अभिलाषा से हमें मुक्त होना चाहिए, मगर हम शैतान को उसके काम करने से उसे हम रोक नहीं सकते हैं। അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മോഹങ്ങളില്ല. इसीलिए भजन संहिता रचने वाला कहता है कि यहोवा मेरा चरवाहा है और मेरे अंदर कोई प्रलोभन नहीं है या मोह नहीं है। അവൻ തരുന്നത് കൊണ്ട് ഞാൻ സംതൃപ്തനാണ്. और वो जो बात मुझे देता है उसमें से मैं तृप्त हूं। അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. और इसीलिए याकूब कहता है कि हे मेरे प्यारे भाइयों, कभी धोखे में नहीं फंसना। കാരണം മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെ പ്രസവിക്കും. क्योंकि अभिलाषा जब गर्भवती होता है तब वो पाप को जनती है। പാപം ജനിച്ചാൽ പാപം വളരും. और जब पाप जन्म लेता है तब पाप बढ़ती है। പാപം മുഴുത്താൽ ഒടുവിൽ അത് മരണത്തെ പ്രസവിക്കും. और जब पाप बढ़ जाता है तब वो मृत्यु को जन्म देती है। അങ്ങനെ നമ്മൾ നിത്യ നരകത്തിന്റെ അവകാശികളായി തീരും. और इस प्रकार हम अनंत काल नरक की अवकाशी बन जाते हैं। എല്ലാത്തിന്റെ തുടക്കം എവിടെയാ? हर बात की शुरुआत कहाँ होता है? മോഹം, मोह, अभिलाषा। അതുകൊണ്ട് ഈ കാലയളവിൽ വിശ്വാസികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് സംതൃപ്തരായിരിക്കുവാനാണ്. और इसीलिए इन दिनों में हम विश्वासियों को संतुष्टि रहने के लिए सिखाना चाहिए। അതുകൊണ്ടാണ് തീമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. और इसीलिए तीमुथियुस के पत्री में प्रेरित पौलुस उन बातों को बड़ी साफ रीति से सिखाता है। അതിന്റെ 5ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ उसके पहली वचन से 5वीं वचन से 6ാം അധ്യായം 5ാമത്തെ വാക്യം മുതൽ
ആറാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ. 6वीं अध्याय उसकी 5वीं वचन से. 1 तीमुथियोस 6-ാം അധ്യായം 5-ാമത്തെ വാക്യം മുതൽ. पहला तीमुथियोस 6वीं अध्याय उसकी 5वीं वचन से. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. 1 തീമുഥയോസ് 6-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതിന്റെ അവസാനത്തെ ഭാഗം. അവർ ദൈവഭക്തി ആദായ സൂത്രം, സമയമില്ലാത്തതാണ് ഞാൻ മൊത്തം വായിക്കാത്തത്. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാവുകയും ചെയ്യുന്നു. और वो सत्य से वहीन हो गए हैं जो समझते हैं कि भक्ति कमाई का द्वार है. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. और हम जब नीचे की ओर पढ़ते हैं तो हम जगत में कुछ लाए नहीं हैं और ना कुछ ले जा सकते हैं. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കാം. यदि हमारे पास खाने और पहनने को है तो इन्हीं पर संतोष करना चाहिए. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളാൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. पर जो धनी होना चाहते हैं वे ऐसी परीक्षा और फंदे और बहुत सी व्यर्थ और हानिकारक लालसाओं में फंसते हैं जो मनुष्यों को बिगाड़ देती है और विनाश के समुद्र में डुबा देती है. ദ്രവ്യാഗ്രഹം സകല ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായിത്തീരുന്നു. क्योंकि रुपयों का लोभ सब प्रकार की बुराइयों की जड़ है, जिसे प्राप्त करने का प्रयत्न करते हुए बहुतों ने विश्वास से भटक कर अपने आप को नाना प्रकार के दुखों से छलनी बना लिया है. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. पर हे परमेश्वर के जन, तू इन बातों से भाग और धर्म, भक्ति, विश्वास, प्रेम, धीरज और नम्रता का पीछा कर. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. विश्वास की अच्छी कुश्ती लड़ നിത്യജീവനെ പിടിച്ചുകൊള്ളുക. और उस अनंत जीवन को धर ले. താഴോട്ടെല്ലാം വായിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. और इसके नीचे और हम पढ़ते जाएंगे तो इन सारे बातों को हम समझ पाएंगे. समय नहीं होने के कारण मैं इन बातों को और ज्यादा नहीं पढ़ रहा हूँ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ. हमारे पास खाने और पहनने को है तो इन्हीं पर संतोष करना चाहिए. സംതൃപ്തിയാണ് നമുക്ക് ആവശ്യം. संतुष्टि रहना हमें जरूरी है. നമുക്ക് അത്യാവശ്യത്തിന് വല്ലതുമൊക്കെ വേണം, കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഉടുക്കാനും ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ അതിനപ്പുറത്ത് കൂട്ടിവെക്കാനുള്ള മോഹം വന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും ഏറ്റവും ഒടുവില് എല്ലാ മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. और हमें जरूरी जो बातें हैं उन बातों से छोड़कर अगर हम ज्यादा बातों के लिए हम लालसा बन जाते हैं तो वहां इस प्रकार लिखा है कि ये सब व्यर्थ और हानिकारक लालसाओं में हम फंसते हैं और हमें वो मनुष्य को बिगाड़ देती है और विनाश के समुद्र में वो डुबा देती है. 5-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. और 5वीं वचन में हम देखते हैं कि वे भक्ति के बातों को, परमेश्वर की बातों को भक्ति की कमाई का द्वार समझते हैं. എന്താ അതിന്റെ അർത്ഥം? उसका अर्थ क्या है? നമ്മൾ ചിന്തിക്കുന്നത് ചിലർ സൂത്രം പറഞ്ഞ പൈസ ഉണ്ടാക്കുന്നതാണ്. और हम समझते हैं कि कुछ लोग इस प्रकार की धोखेबाजी बातें कर कमाई करते हैं. എന്നാൽ അതല്ല അതിന്റെ അർത്ഥം. मगर उसका अर्थ ये नहीं है. അർത്ഥം ഇത്രേ ഉള്ളൂ. ചിലരുടെ ചിന്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് കാശുകാരനാകാമെന്ന് ചിന്തിക്കുന്നു, ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. और उसका अर्थ यह है कि कुछ लोग इस प्रकार समझते हैं कि वे मंदिर में जाकर प्रार्थना करेंगे तब वे इस प्रकार धनवान बन जाएंगे. भक्ति की कमाई का द्वार समझते हैं. അതാ ഇന്ന് എല്ലാരും പ്രസംഗിക്കുന്നത്. और इसी बातों को आज लोग प्रचार करते हैं. നീ പ്രാർത്ഥിച്ചാൽ നീ കാശുകാരനാകും, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് മണിമാളിക ഉണ്ടാകും, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് അത് കിട്ടും. ഇതാ എല്ലാരും പ്രസംഗിക്കുന്നു. तू प्रार्थना करेगा
तो तुझे मकान और गाड़ी मिलेगा, धन मिलेगा। इस प्रकार की बातों को आज लोग प्रचार करते हैं। എന്നാൽ ആറാമത്തെ വാക്യം അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വളരെ ആദായമാകും. मगर छठी वचन में हम देखते हैं संतोष सहित भक्ति बड़ी कमाई है। മലയാളത്തിലെ വാക്ക് അത്ര കറക്റ്റ് അല്ല, അലംഭാവത്തോടു കൂടിയ എന്നാണ്. പക്ഷേ കറക്റ്റ് അർത്ഥം ഹിന്ദി പറഞ്ഞത് കറക്റ്റ് ആണ്. സന്തോഷത്തോടു കൂടിയ അഥവാ സംതൃപ്തിയോടു കൂടിയ ഭക്തി വളരെ ആദായമാണ്. और हिंदी में इस प्रकार बड़ी साफ रीति से लिखा है कि संतोष सहित या संतुष्टि सहित भक्ति जो है वो बड़ी कमाई है। സംതൃപ്തിയുള്ള ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി. संतुष्टि के साथ जो भक्ति है वो सबसे बड़ी भक्ति है। അപ്പൊ ഭക്തി എന്തിനാന്ന് ചോദിച്ചാൽ സംതൃപ്തി ഉണ്ടാകാൻ, അല്ലാതെ കാശ് ഉണ്ടാക്കാനല്ല. और इसीलिए भक्ति क्यों है करके पूछेंगे तो वो पैसा या धन कमाने के लिए नहीं है, मगर संतुष्टि होने के लिए या संतुष्टि होने के लिए है। ചിലര് ചിന്തിക്കുന്നത് ഭക്തി കൊണ്ട് കാശ് ഉണ്ടാക്കാം, ചിലര് പറയുന്നത് ഭക്തി ഉണ്ടെങ്കിൽ സംതൃപ്തി ഉണ്ടാകും. कुछ लोग कहते हैं कि भक्ति होगा तो कमाई कर सकते हैं, मगर कुछ लोग कहते हैं कि भक्ति होगा तो संतुष्टि होगा। ആ രണ്ടാമത് പറഞ്ഞതാണ് വേദപുസ്തകത്തിന്റെ തത്വം. और दूसरी बात जो कहा है वो परमेश्वर की शास्त्र की तत्व है। സംതൃപ്തിയോട് കൂടിയ ദൈവഭക്തി വലിയ ആദായമാണ്. और संतुष्टि के साथ जो परमेश्वर के सहित जो भक्ति है वो बड़ी कमाई है। അപ്പൊ ഭക്തി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. और भक्ति के द्वारा हमें मिलने वाली सबसे बड़ी कमाई जो है वो संतुष्टि है। അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നമ്മളെ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ യഹോവ എന്റെ ഇടയനാകുന്നു. और इसीलिए शुरुआत में हमने जो पढ़ी वचन की, और जब हम आते हैं परमेश्वर मेरा चरवाहा है, ഞാൻ സംതൃപ്തനാണ്, मैं संतुष्टि हूं। അതാ അതിന്റെ അർത്ഥം. The Lord उसका is अर्थ my यही है। shepherd. The उसका Lord अर्थ is यही है। my shepherd. यहोवा मेरा चरवाहा है। ഞാൻ സംതൃപ്തനായ മനുഷ്യനാണ്. और उस बात से मैं खुश हूं, मैं संतुष्टि हूं। അപ്പൊ യഹോവയുടെ ആടിന്റെ പ്രത്യേകത അവൻ സംതൃപ്തനായിരിക്കും എന്നുള്ളതാണ്. और यहोवा की भेड़ का खासियत यह है कि वो संतुष्टि वाला है या वो खुश और संतुष्ट वाला व्यक्ति है। അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ എന്നെ ധനികനാക്കണമേ, എനിക്ക് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ സഹായിക്കണമെന്നല്ല, കർത്താവെ എനിക്ക് സംതൃപ്തി തരണമെന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. और इसलिए हमें आगे और भी इस प्रकार प्रार्थना करना है कि हे परमेश्वर मुझे और धन कमाने की मौका दे, इस प्रकार नहीं, मगर ऐसे प्रार्थना करना है कि मैं संतुष्ट रहूं। ഹല്ലേലൂയ. आमीन। ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. परमेश्वर आपको सहायता करे। ആമേൻ.